പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യം ലഭിച്ച റാപ്പർ വേടന് സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണയേറുകയാണ്. സാമൂഹിക പ്രവർത്തകരും ദളിത് ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെ വേടന് പിന്തുണ അറിയിച്ചെത്തി. വേടനെ മാറ്റി നിർത്തില്ലെന്ന് കവി മുരുകൻ കാട്ടാക്കട. പുലിപ്പല്ല് ധരിച്ചതിന്റെ പേരിലുള്ള നടപടി അനുചിതവും തിരുത്തപ്പെടേണ്ടതുമെന്ന് സുനിൽ പി ഇളയിടത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വേടനെ വേട്ടയാടുന്നത് ദുരുദ്ദേശപരമെന്ന് അശോകൻ ചെരുവിലും പറഞ്ഞു. മാലയിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ വേടനെ പിന്തുണച്ചും പിന്തള്ളിയും നിരവധി പോസ്റ്റുകളാണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. സവർണ രാഷ്ട്രീയത്തെ വാക്കുകൾ കൊണ്ട് തച്ചുടച്ചതിൽ ആരാധകരുള്ള വേടന് സാംസ്കാരിക രംഗത്തെ ഉന്നതർ പിന്തുണയറിയിച്ച് രംഗത്തെത്തി. വേടനെ മാറ്റി നിർത്തില്ല, സാംസ്കാരിക പരിപാടികൾക്ക് ക്ഷണിക്കുമെന്ന് കവി മുരുകൻ കാട്ടാക്കട ഫേസ്ബുക്കിൽ കുറിച്ചു. കാട്ടാക്കടയുടെ സാംസ്കാരികോത്സവം കാട്ടാൽ പുസ്തകമേളയ്ക്ക് വേടനെ ക്ഷണിച്ചിരുന്നു. തിരക്കുകൊണ്ട് വേടന് പങ്കെടുക്കാനായില്ല. അടുത്ത വർഷവും വിളിക്കുമെന്നും മുരുകൻ കാട്ടാക്കട. വേടന് അനുകൂല നിലപാടെടുത്ത സുനിൽ പി ഇളയിടവും കുറിപ്പെഴുതി. പുലിപ്പല്ല് ധരിച്ചതിന്റെ പേരിലുള്ള നടപടി അനുചിതവും തിരുത്തപ്പെടേണ്ടതെന്നും കുറിപ്പ്. നീതിയുടെ വിശാല താൽപര്യത്തിന് എതിരാണ് നടപടി. കലയ്ക്കും രാഷ്ട്രീയത്തിനുമെതിരായ കടന്നാക്രമണമെന്നും ആക്ഷേപം. നടപടി അധികാരികൾ പുനഃപരിശോധിക്കണമെന്നും സുനിൽ പി ഇളയിടം പറഞ്ഞു. 6 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചതിൽ വേടനെ സാംസ്കാരികമായി വേട്ടയാടരുതെന്നാണ് ചെറുകഥാകൃത്ത് അശോകൻ ചെരുവിൽ പറഞ്ഞത്. വേടൻ നിയമ നടപടി നേരിടണം. ശിക്ഷാ നടപടിയിൽ വേടൻ അനുഭവിക്കേണ്ടിവരുന്ന ആത്മസംഘർഷത്തെ വിലയിരുത്താൻ നിയമത്തിന് കഴിയില്ലെന്നും കഥാകാരൻ. അരാഷ്ട്രീയ മധ്യവർഗ മനസാക്ഷിയിലേക്ക് പടരുന്ന നവബ്രാഹ്മണിസത്തെ പ്രതിരോധിക്കുന്ന കലാകാരന്റെ സംഘർഷം മനസ്സിലാക്കണമെന്നും കുറിപ്പ്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലൈസൻസ് ലഭിച്ചവരുടെ പട്ടിക പ്രസിദ്ധപ്പെടുത്താനാവശ്യപ്പെട്ട് ധന്യാരാമനും രംഗത്തെത്തിയതോടെ സാംസ്കാരിക മേഖലയിലെ ഒട്ടുമിക്ക ആളുകളും വേടന് അനുകൂലമായി. വിവാദങ്ങൾക്കിടയിൽ ഉണ്ണി മുകുന്ദനും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുമായി എത്തി. മാർക്കോയിലെ സിഗരറ്റിനു പകരം 6 പാക്ക് പ്രേക്ഷകർ അനുകരിക്കണമെന്നാണ് ഉണ്ണിയുടെ പോസ്റ്റ്. ഇതിനിടെ വേടന്റെ പുതിയ ഗാനം മോണോലോവയ്ക്ക് സമൂഹമാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.